കാട്ടാന ഭീതി ഒഴിയാതെ മൂന്നാർ കാട്ടുകൊമ്പൻ പടയപ്പ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൽ ജനവാസ മേഖലകളിൽ നിന്നും പിൻവാങ്ങാതെ നിലയുറപ്പിക്കുകയാണ് ഈ കാട്ടാന. ആനയെ തുരത്താൻ ശ്രമം ഊർജിതമാക്കി വനംവകുപ്പും. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, പടയപ്പ ഇപ്പോഴും ആ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ? ആഴ്ചകളായി കാട്ടാന പടയപ്പ ജനവാസ മേഖലയോട് തന്നെ ചുറ്റിത്തിരിയുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം മൂന്നാറിന്റെ പല മേഖലകളിലും ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ആനയുടെ ഭാഗത്തു നിന്നും ഈ വീടുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും ഒക്കെ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ആന ലോക്ക്ഹാർട്ട് എന്ന് പറയുന്ന എസ്റ്റേറ്റിലാണ് നിലവിലുള്ളത്. ആ പ്രദേശത്ത് ഈ തൊഴിലാളി ലയങ്ങൾ ഒക്കെ സമീപത്തായാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ എന്തായാലും വനം വകുപ്പ് നടത്തുന്നുണ്ട്. എന്നാൽ ഈ വനത്തിനുള്ളിലേക്ക് തുരുത്തിയാലും ചോലവനങ്ങൾക്കുള്ളിലേക്ക് തുരുത്തിയാലും ആന തിരികെ എത്തുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈലന്റ് വാലിയിലും അതോടൊപ്പം തന്നെ ദേവികുളത്തെ എസ്റ്റേറ്റ് മേഖലകളിലും കാട്ടാന എത്തിയിരുന്നു. ഇവിടെ വ്യാപകമായി കൃഷി ആന നശിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് നിലവിൽ ലോക്ക്ഹാർട്ട് മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. ആന നിരന്തരം ഈ ജനവാസ മേഖലയിലൂടെയും അതോടൊപ്പം തന്നെ ഈ തേയിലത്തോട്ടങ്ങളിലൂടെയും ചുറ്റിത്തിരിയുന്നത് കൊണ്ട് തൊഴിലാളികൾക്ക് ജോലിയെടുക്കാൻ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. ഈ ആനയെ തുരത്താൻ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തണം എന്നൊരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നു. അതേസമയം RRT സംഘത്തിന്റെ 24 മണിക്കൂർ നിരീക്ഷണം പോലും നടക്കാത്ത ഒരു സാഹചര്യം മൂന്നാറിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ള നിരീക്ഷണം ശക്തമാക്കി ആന ഈ ജനവാസ മേഖലയിലേക്ക് തടയാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യമാണ് ഈ മൂന്നാർ മേഖലയിലുള്ള തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. ശരി, സുബിൻ തോമസ് ഇടുക്കിയിൽ നിന്നും.